ഹലോ ഗൈസ്, കപ്പ് അർഹതയില്ലാതെ നേടിയിട്ടും വീണ്ടും വീണ്ടും മെഴുകാൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വീഡിയോസ് ഇടാതിരിക്കുന്നത്? വേറെ ആരെക്കുറിച്ചുമല്ല, അനിമോളുടെ പി ആർ ആയ വിനു. പി ആർ ആണ്, വേറെ എന്ത് റിലേഷൻ ഒന്നും നമുക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഈ വിനു വന്നിരുന്ന് വീണ്ടും 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 ഓരോരോ കാര്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അനിമോളോ ഫുള്ള് തള്ളലും കള്ളവും മാത്രമാണ്. അപ്പോൾ പിന്നെ കൂടെയുള്ള ആൾക്കാരും ഇങ്ങനെ തള്ളുമ്പോൾ നമുക്കത് മറുപടി പറയാതെ പോകാൻ വയ്യ കേട്ടോ. അപ്പോൾ ഈ വിനു പറയുന്നത്, അയ്യോ അനിമോളിൻ്റെയും പിന്നെന്താ അനീഷിൻ്റെയും വോട്ടെന്ന് പറയുന്ന ഓരോ ഗ്രാഫും ഓരോ ആഴ്ചയിലും വ്യത്യാസമായിരുന്നു. അങ്ങനെ ഓരോ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിടാത്ത ഈ വോട്ടിംഗ് ഗ്രാഫൊക്കെ എങ്ങനെയാണ് ഈ വിനു എന്ന് പറയുന്ന വിനുമോൾ അറിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനിമോളുടെ കാര്യങ്ങൾ വരെ അയാൾ കൃത്യമായിട്ട് അറിയുന്നു. അനിമോൾ അകത്തിരുന്ന് പറഞ്ഞു, വിനു എന്ന് പറയുന്ന ആളിനെ ഞാൻ 1-2 തവണയാണ് കണ്ടിട്ടുള്ളത് പോലും എന്ന് പറഞ്ഞ ആൾ നമ്മൾ കണ്ട് അനിമോളുടെ വീടിൻ്റെ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഏതോ ഒരു പാത്രത്തിൽ അടുക്കള നിന്ന് തിന്നുന്നത്. നമ്മുടെ വീട്ടിനകത്ത് അന്യരെ 1-2 തവണ പരിചയമുള്ള ഒരുത്തനെ അകത്ത് കയറി അടുക്കളയിൽ സൽക്കരിക്കുന്ന നമ്മുടെയൊന്നും കുടുംബത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ ഭയങ്കര അതിശയോക്തി തോന്നുന്നത്. അപ്പോൾ എന്നിട്ട് കവിളിൽ പിന്നെ പുറയിൽ കൂടെ വന്ന് കവിളിൽ പിന്നെ എന്താ കേക്ക് തേച്ച് കൊടുക്കുന്നു. എന്നിട്ട് അല്ലയോടാ വിനു എന്ന് പറയുന്ന ഓരോന്നോരോന്ന് ചോദിക്കുന്നു. ഇവൻ ഇനി 15 ലക്ഷം രൂപയ്ക്കകത്ത് ഞാൻ കൊടുക്കാനുണ്ട്, അല്ലയോടാ വിനു എന്ന് അനുമോള് ചോദിക്കുന്നു. ഇതൊക്കെ 1 പ്രാവശ്യം 2 പ്രാവശ്യം കാണുന്ന ഒരാൾക്ക് ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ചില എന്താ പറയുക, ചില ഒന്നും വിശ്വസിക്കാൻ തയ്യാറാവാത്ത അവർക്ക് അനുമോളെന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയാമോ, വീട്ടുകാരുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ചെന്ന ഉടനെ അനിമോൾ വിനുവിനെ ഇങ്ങനെ എടുത്ത് തലയെ വെക്കുന്നതെന്നാണ്. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ വല്ല ഉരുളൻകിഴങ്ങും കഴിച്ച് കിടക്കുന്ന നാട്ടിലായിരിക്കണം ജനിച്ചത്. കേരളത്തിൽ ജനിച്ച ഒരു വ്യക്തികൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒന്നുമല്ല കേട്ടോ, ഓരോ ദിവസവും ഓരോ കള്ളമായിട്ട് ഈ അനിമോളും വിനുവും വരുവാണ്. ഇപ്പോൾ ഓരോരോ ഇൻ്റർവ്യൂസ് കാണുന്നുണ്ട്. നമ്മുടെ സായി കണ്ണനുമായിട്ടുള്ള പിന്നെ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനീഷ് പി ആർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് അനീഷാണ് പി ആർ കൊടുത്തിരുന്നത്. ഇവന് നാണമില്ലേ വന്നിരുന്ന് പറയാൻ? ഇങ്ങനെ കല്ല് വെച്ച നുണകൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ പ്രതികരിക്കാതിരിക്കുന്നത്? ഈ വിനു എന്ന് പറയുന്ന അവൻ പറയണം, അവൻ കൊണ്ടുവരണം. ഒരാൾ അനീഷിന് കാശ് കൊടുത്ത് പി ആർ ചെയ്യിച്ച ഒരാളിനെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ആ ഒരു എവിഡൻസ്, ആ തെളിവ് ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്ത് അയാളെ തിരിച്ച് വലിച്ചു കീറാനായിട്ട് തയ്യാറാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാതെ വെറുതെ ആരോപിച്ചുകൊണ്ടിരുന്ന ഇവനെതിരെ എന്ത് വേണമെങ്കിലും നമുക്കും പറയാം, എടുക്കാം. ഇവൻ വന്നിരുന്ന് വീണ്ടും തള്ളുവാണ്, അയ്യോ അനുമോളെക്കാട്ട് കൂടുതൽ കാശ് അനീഷിനാണ് കൊടുത്തത്. ഇവന് നാണമില്ലേ പുറത്ത് വന്നിരുന്ന് ഇത്രയും ഫേക്കായിട്ട് ഇത്രയും പിന്നെ വോട്ട് മറിച്ച് കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ച് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് അതിന് കപ്പ് കിട്ടിയത് നമുക്കറിയാം. ഏഷ്യാനെറ്റിൻ്റെ ഈ അജണ്ടയായിരുന്നു. കപ്പ് കൊടുത്തത് ഏഷ്യാനെറ്റിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും കുറേ സെലിബ്രിറ്റികളുടെയൊക്കെ അജണ്ടയായിരുന്നു. ഈ കപ്പ് ഒരു സെലിബ്രിറ്റിക്ക് തന്നെ കൊടുക്കണം, ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ട് വന്ന മനുഷ്യന് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തത്. അല്ല പിന്നെ ഈ ഓരോ ആഴ്ചയിലെ വോട്ടിംഗ് ഗ്രാഫ് ഈ വിനു എന്ന് പറയുന്ന അനുമോളുടെ എല്ലാമായ ഇവൻ എങ്ങനെയാണ് അറിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം ഓരോ ആഴ്ചയിലെയും വോട്ടിംഗ് പാറ്റേൺ ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം. അവരത് കഴിഞ്ഞ് ലാസ്റ്റ് വീക്കിലെ വോട്ടിംഗ് പാറ്റേൺ എന്തുകൊണ്ട് കാണിച്ചില്ല, ആ ഗ്രാഫ് എന്തുകൊണ്ടാണ് കാണിക്കാഞ്ഞത്? പിന്നെ ഈ പെർസെൻറ്റേജ് എന്തിനാണ് കാണിക്കുന്നത്? അനുമോളുടെ ഒരു ഇൻ്റർവ്യൂ ഈ അടുത്തിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് പറയുന്നത്, ഞാനും അനീഷും ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ച് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ ജനിച്ചു. ഈ 42.7 ഈ 42.7% വോട്ടാണ് 2 പേർക്കും ഉള്ളത്. അതിൻ്റെ എത്ര നമ്പർ ഓഫ് വോട്ട്സ് ആണ് കൂടുതൽ എന്ന് നമ്മളെ എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് കാണിക്കാൻ? പിന്നെ കുറേ വിവരം കിട്ടവന്മാർ പറയുന്നുണ്ട് 53.7 കിട്ടിയെന്ന്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും വോട്ട് കിട്ടിയില്ലേ? അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട് അനുമോൾ തന്നെ പറയുന്നുണ്ട്, വളരെ കുറച്ച് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാനും അനീഷും തമ്മിൽ. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് എനിക്ക് കിട്ടി. ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല കുട്ടി, നിനക്ക് ദൈവത്തിൻ്റെ നിർഭാഗ്യമാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും നാട്ടുകാരെ നിന്നെ എടുത്ത് വലിച്ചു കൊടുക്കുന്നത്. സ്വന്തം നാട്ടുകാർ പോലും അപമാനിച്ച് വിടുന്നത് അതുകൊണ്ടാണല്ലോ. നീ ആണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു സംസാര വിഷയമേ ആവത്തില്ല. യഥാർത്ഥ വിജയിക്ക് ആ കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഇതൊരു ഭയങ്കര ചർച്ചാ വിഷയമോ ഒന്നും ആവത്തില്ലായിരുന്നു. ഇതൊരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി ഏഷ്യാനെറ്റും ബിഗ് ബോസിൻ്റെ ആൾക്കാരും ചേർന്ന് നടത്തിയ ഒരു ഡ്രാമ. അവരും ഡ്രാമ കളിക്കുന്നു. നിങ്ങൾ അകത്ത് പോയിട്ട് ഈ ഡ്രാമ കളിച്ച് കരച്ചിലും കണ്ണീരും മറ്റേതും മറിച്ചതും ഒക്കെ കളിച്ച ഡ്രാമ പോലെ അവരിപ്പുറത്തും ഒരു ഡ്രാമ കളിച്ച് ജനങ്ങളെ പറ്റിക്കുന്നു. അത്രയും മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ, നമ്മുടെ മല്ലിക മാമിനെ പോലെയുള്ള കുറച്ച് സെലിബ്രിറ്റികൾ വന്ന് പറയുന്നുണ്ട്, അനുമോൾക്കാണ് കപ്പ് കിട്ടിയത്, ഞാൻ സന്തോഷിക്കുന്നു, അനുമോൾക്കാണ് കിട്ടേണ്ടത്, ഒരു പിന്നെ സാധാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന്. ഈ മല്ലിക സുകുമാരൻ
മാമിനെ ആയാലും അവരുടെ മക്കളെ ആയാലും സിനിമ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കണ്ടതുകൊണ്ടാണ് നിങ്ങളൊക്കെ സെലിബ്രിറ്റികളായത്. ആരും സെലിബ്രിറ്റി ആയിട്ട് ജനിച്ചു വന്നതുമല്ല. നമ്മൾ സാധാരണക്കാരായ ജനങ്ങളാണ് ഓരോ വ്യക്തികളെയും സെലിബ്രിറ്റികളാക്കുന്നത്. ഇവരുടെയൊക്കെ വിചാരം ഇവർ ആകാശത്തുനിന്ന് സെലിബ്രിറ്റി ആയിട്ട് താഴോട്ട് ഇറങ്ങി വന്നതാണെന്ന്. ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത എല്ലാവരും നിങ്ങളെക്കാൾ 1000 മടങ്ങ് കഴിവുള്ള ആൾക്കാർ സാധാരണക്കാരായ നാട്ടുകാർ വീട്ടിലിരിപ്പുണ്ട്. അവർക്കൊന്നും ഓപ്പർച്യൂണിറ്റി ഇല്ല. 3.5 കോടി ജനങ്ങളിൽ ഈ ഒരു വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. ചില ആൾക്കാരുടെ ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം കഴിവാണ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അന്തം വിട്ടും. അഭിനയിക്കുന്നതായാലും അവരുടെ ഓരോ ഡാൻസ് ആയാലും സ്കിറ്റായാലും മിമിക്രി ആയാലും മോണാക്ട് ആയാലും പാട്ടായാലും അവരിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയ വഴി അവരിങ്ങനെ ചുമ്മാതെ ഇടും. അവർക്കൊന്നും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. അതിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ 1-2 പേർക്കായിരിക്കും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതേ കണക്കൊരു ജനകീയ ഷോ ആകുമ്പോൾ, ഇങ്ങനെ വോട്ടിൻ്റെ പാറ്റേണിൽ ജയിക്കുന്ന ഒരു ഷോ ആകുമ്പോൾ ഒരിക്കലും അതൊരു ദൈവാനുഗ്രഹത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ജനകീയമായ വിശ്വാസ്യത നഷ്ടപ്പെടും. അത്ര മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ കപ്പ് കിട്ടിയിട്ടും പിന്നെ ഇരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ വിനു എന്ന് പറയുന്നവൻ, അവൻ അനുമോളുടെ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഇനി അവന് അനുമോളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണെന്ന് എനിക്ക് അവൻ്റെ സംസാരത്തിലും കാര്യങ്ങൾക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം പലതവണ അവൻ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അവൻ പലതവണ പറഞ്ഞേക്കുന്നത് 50 ദിവസം പോലും തികച്ചു നിൽക്കല്ലായിരുന്നു ആ പെണ്ണ്. അപ്പോൾ ആ പെണ്ണിനെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഉണ്ടായത് കൊണ്ടാണ് 50 ദിവസമെങ്കിലും അവൾ പിടിച്ചു നിന്ന്, അല്ലെങ്കിൽ അവൾ 50 ദിവസം പോലും നിൽക്കില്ലായിരുന്നു. അതിനുശേഷം 10 വർഷത്തേക്ക് സൈബർ അറ്റാക്ക് കിട്ടാനുള്ള കാര്യങ്ങളും അവൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ അത്രയ്ക്ക് വൃത്തികേടും വെറും വിവരമില്ലായ്മയും എന്തു പറയുന്നത് അന്യരുടെ കുടുംബജീവിതം അല്ലെ അന്യ ആൺപിള്ളേരുടെയും പെൺപിള്ളേരും ജീവിതം തകർത്ത ഒരുത്തിയാണെന്ന് പറയുമല്ലേ ഒരു ഏറ്റവും അടുത്ത എന്താ പറയുക തലയിൽ കയറിയിരിക്കുന്ന ഒരുത്തൻ പറയുവാണ് 50 ദിവസം പോലും ഈ പെണ്ണ് നിൽക്കത്തില്ലായിരുന്നു. ഇവൾ പിന്നെ എപ്പോഴേ 50 ദിവസത്തിന് മുന്നേ ഇറങ്ങിപ്പോയിരുന്നേനെ, അതും 10 വർഷത്തെ സൈബർ അറ്റാക്കും കൂടി ഇവൾ കിട്ടിയേനെ എന്ന് പറയുമ്പോൾ ഇവൾ അത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളതല്ലേ. ഇതിനേക്കാൾ വലിയ ഒരു കാര്യം എന്താ വേണം? നമ്മൾ പറയുന്നതിനൊക്കെയാണോ കുറ്റം? നമ്മളാണെങ്കിൽ ഇതിൻ്റെ കാൽഭാഗം പോലും പറയുന്നില്ല. കാരണം നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുന്നു. ഒരു സ്ത്രീയാണ്, നെഗറ്റീവ് കണ്ടൻ്റ് ആയാലും കരച്ചിൽ കാർഡായാലും ഇതൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കുറച്ചൊരു എന്താ പറയുക കുറച്ചൊരു മര്യാദ ഉണ്ടല്ലോ. സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും നമ്മൾ കാണിക്കേണ്ട ഒരു എത്തിക്സ്, ഒരു മര്യാദ നമ്മൾ കാണിച്ചാണ് നമ്മൾ ഓരോ വീഡിയോസ് ആയാലും പറയുന്നതായാലും ചെയ്യുന്നതായാലും. പക്ഷേ ഇത്രയും യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റും കൊടുക്കാതെ ഇത്രയും മാത്രം മോശമാക്കിയിട്ട് ഒരു പെണ്ണിനെ ആക്കുന്നത് അവനാണ്, ഈ വിനു എന്ന് പറയുന്നവനാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനുമോളെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു, വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ കളികളും ഫേക്ക് ഡ്രാമയും ഈ കരച്ചിൽ ഡ്രാമയും ലവ് ട്രാക്കും പല ആണുങ്ങളോടുള്ള ലവ് ട്രാക്കും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ വെറുത്തു പോയതാണ്. പിന്നെ അതുപോലെ സകലമാന ആണുങ്ങളുടെയും ലൈഫിലേക്ക് പെൺപിള്ളേരുടെ ലൈഫിലേക്കൊക്കെ ഇടിച്ചു കയറി ഒളിഞ്ഞു നോട്ടവും അവരിടുന്ന ഡ്രസ്സിനെ കുറ്റം പറയുകയും അവർ പിന്നെ അണ്ടർവെയർ ഇടുന്നില്ലെന്ന് പറയുകയും അവർ അണ്ടർവെയർ ഇടുന്നൊന്ന് രാത്രി നോക്കാൻ നടക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മ്ലേച്ഛമായ ക്യാരക്ടർ കണ്ടുകൊണ്ടാണ് നമ്മൾ മാറി ചിന്തിച്ചത്. കാരണം അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം തോന്നിയില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നും പറഞ്ഞിട്ട് നെഗറ്റീവ് കണ്ടന്റ് ആയാലും കണ്ടന്റ് കൊടുത്തില്ലെന്നും പറയത്തില്ല, കുറച്ച് കരച്ചിൽ കണ്ടന്റും. പിന്നെ പല ആൾക്കാരും സിംഹം പുലി എന്നൊക്കെ പറയുന്ന കണക്ക് പോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അല്ലാതെ വലിയ പുലിത്തരമൊന്നും നമ്മളൊരു നല്ല ഒരു ഡയലോഗ് പോലും എടുത്തു പറയാനായിട്ടില്ല. നല്ല ഒരു ഡയലോഗ് പോലും അനുമോളുടെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡയലോഗ് പോലും എടുത്തു പറയാനായിട്ട് ഈ ബിഗ് ബോസ് സീസൺ 7 അങ്ങനെയുള്ള ആളിനെയാണ് പുലി എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ അതിനെ എതിർത്ത് തോന്നുന്നത് എന്തോന്ന് ഒറ്റപ്പെടുത്തി ആക്രമിച്ച് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ചെന്ന് കയറി അവരുടെ വ്യക്തി ജീവിതം നശിപ്പിച്ചിട്ട് അവർ പുറത്തിറങ്ങിയപ്പോൾ ആ വ്യക്തി ജീവിതം അവർക്ക് നശിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ സൈബർ ബുള്ളിങ്ങിനും സൈബർ അറ്റാക്കിനും അവർ അനുഭവിച്ചു, അല്ലെങ്കിൽ അത് അവർ പിന്നെ നേരിട്ടു എന്നുള്ളത് കൊണ്ട് അവർ തിരിച്ചു വന്ന് പറഞ്ഞതിൻ്റെ രീതിയോട് എനിക്ക് അന്നും ഇന്നും എപ്പോഴും യോജിപ്പില്ല. കാരണം അങ്ങനെ പറയേണ്ട ഒരു ആവശ്യകതയില്ല. അവിടെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒറ്റപ്പെടുത്തിയത്. പക്ഷേ ക്ലാരിഫൈ ചെയ്യേണ്ടത് അതിൽ കൃത്യമായി ക്ലാരിഫൈ ചെയ്തിട്ട് പോകണമായിരുന്നു. അത് ചെയ്യാഞ്ഞത് കൊണ്ടാണ് ഉറപ്പായിട്ടും അത് ഒരിക്കലും അങ്ങനെ അതിലെ പകുതിയാക്കി സ്റ്റോപ്പ് വെച്ച് പോയത് കൊണ്ടാണ് അവർക്ക് കുറച്ചും കൂടി അതിനകത്ത് അഡ്വാൻറ്റേജ് കിട്ടിയത്. പിന്നെ നൂറയുടെ കാര്യം പറഞ്ഞാൽ ടിക്കറ്റ് ഫിനാലയിൽ നൂറയ്ക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലയിൽ നിന്നുള്ള ഒരു ടിക്കറ്റാണ് കിട്ടിയേക്കുന്നത്. ഫിനാലയിൽ നമ്പർ 1 ടിക്കറ്റായിട്ട് കിട്ടിയ ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് ഒരു ടിക്കറ്റ് വീക്കാണ് ഫിനാലെ വീക്കിലേക്കാണ് എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കഴിഞ്ഞ സീസണുകളിലൊന്നും ഇങ്ങനെ ഒരു സംഭവമല്ലല്ലോ. ടിക്കറ്റ് ഫിനാലെ കിട്ടിക്കഴിഞ്ഞാൽ അഭിഷേക് ശ്രീകുമാർ ഉൾപ്പെടെ ടിക്കറ്റ് ഫിനാലയിലേക്ക് ആ ഒരു ടാസ്കുകൾ മുഴുവൻ ജയിച്ചു കഴിഞ്ഞാൽ
ടിക്കറ്റ് ഫിനാലയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു. അവരതിനാണല്ലോ അത്രയും കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്യുന്നത്. ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാഞ്ഞത് നൂറയുടെ കുറ്റമല്ല. ഷാനവാസ് ഇക്ക സുഖമില്ലാതെ കിടന്നുകൊണ്ടാണ് അവർ ആ ടാസ്കുകൾ വെട്ടിക്കുറച്ചത്. അതിൻ്റെ നമ്പർ ഓഫ് ടാസ്ക് വേണ്ട എന്ന് വെച്ചത് അവർ സമയമില്ലാത്തതുകൊണ്ടും ഷാനവാസ് ഇക്ക സുഖമില്ലാഞ്ഞതുകൊണ്ടും. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ നൂറയുടെ കുഴപ്പം കൊണ്ടല്ല. നൂറ ആ ടാസ്കിൽ ജയിച്ച വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലയിൽ കൊടുക്കാഞ്ഞത്? അപ്പോൾ അതിന് പല കാരണങ്ങൾക്കും ഉണ്ടാവും. കാരണം നൂറ ഒരു പെണ്ണും കൂടി ഉണ്ടായതുകൊണ്ട്, എൻ്റെ ഒരു തോന്നലാണ്, നൂറ എന്ന് പറയുന്ന ഒരു പെണ്ണും കൂടി ടോപ്പ് 5 ഉണ്ടായിരുന്നെങ്കിൽ അനുമോൾക്ക് ഒരുപാട് വോട്ട് കുറഞ്ഞേനെ. കാരണം ഒരേ ഒരു പെൺകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പെൺപിള്ളേരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നൂറയുടെ വോട്ട് അവിടെ നൂറയ്ക്ക് നല്ല വോട്ട് കിട്ടിയേനെ, അനുമോളുടെ വോട്ട് കുത്തനെ കുറഞ്ഞേനെ. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നൂറയെ ആ ഒരു ടിക്കറ്റ് ഫിനാലെ ഫൈനലിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. എൻ്റെ ചിന്ത മാത്രമാണ്. ഇതെനിക്ക് എവിഡൻസോ തെളിവോ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ തോന്നലാണ് ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു ടോപ്പ് 5 നൂറാനെ കൊണ്ടുവരാഞ്ഞതിൻ്റെ കാരണം അനുമോളുടെ വോട്ട് കുറയും. കാരണം 2 സ്ത്രീ പെൺപിള്ളേരുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അനുമോളെങ്കട്ട് ഒരുപാട് വയസ്സിന് ഇളയതാണ് നൂറ. ഒരു 4-5 വയസ്സിന് ഇളയ ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നൂറയ്ക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അനുമോൾക്ക് വോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നൂറയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് കുറയും. കാരണം നൂറയ്ക്ക് നല്ലൊരു ഫാൻ ബേസ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ ആദിലെ അതൊരു കംപ്ലീറ്റ് ചെയ്യാതെ പോയത് കൊണ്ട് തന്നെ ആ ഒരു ഫാൻ ബേസ് കുറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് ടിക്കറ്റ് ഫിനാലയിൽ ഇവർ ആ വോട്ടിംഗ് എല്ലാവർക്കും കിട്ടിയ വോട്ടിംഗ് എന്തുകൊണ്ട് കാണിച്ചില്ല? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർ ടിക്കറ്റ് ഫിനാലയിൽ ഓരോ വ്യക്തികൾക്കും അവർ 5 പേരല്ല 6 പേരുണ്ടായിരുന്നു, നൂറ് ഉൾപ്പെടെ 6 പേരുടെ വോട്ട് എന്തുകൊണ്ട് കാണിച്ചില്ല? 42.7 വോട്ട് 42.7 വോട്ട് അത് നമ്മുടെ അനുമോൾക്കും അതുപോലെ അനീഷേട്ടനുമാണ്. ബാക്കിയുള്ള 15% വോട്ടാണ് ബാക്കിയുള്ള 4 പേർക്ക് കൂടി കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കാണിച്ചില്ല? അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവർ എന്നിട്ട് ലാലേട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ഞാനങ്ങ് വിജയിയെ പ്രഖ്യാപിക്കുകയാണെന്ന്. അപ്പോൾ നമ്മളെല്ലാം മറ്റേ മക്കളാണ്, നമ്മളൊക്കെ അങ്ങ് വെറും വോട്ട് ചെയ്ത നമ്മളൊക്കെ വിവരമില്ലാത്ത വെറും മന്ദബുദ്ധികളാണെന്ന് വിചാരിച്ചിട്ടാണോ ചെയ്തത്? പിന്നെ കുറേ സെലിബ്രിറ്റികൾ ഇരുന്ന് മെഴുകാൻ വേണ്ടിയുണ്ട്. കുറേ സെലിബ്രിറ്റികൾ, ഒരുപാട് സെലിബ്രിറ്റികളല്ലേ അനുമോളെ താങ്ങുന്നത്. അപ്പോൾ ഈ സെലിബ്രിറ്റികളൊക്കെ ഉണ്ടാക്കുന്നത് സാധാരണക്കാരാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. സാധാരണക്കാരൻ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ സിനിമ തന്നെ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വന്ന് എത്ര സിനിമയാണ് വിജയിക്കുന്ന തിയേറ്ററുകളിൽ? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക, സിനിമകളൊക്കെ വിജയിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയും വിജയിക്കത്തില്ല, അത് OTT ആയാലും ഏതായാലും. അപ്പോൾ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും നട്ടല്. ഓരോ സെലിബ്രിറ്റികളുടെ പിന്നിലും അതുപോലെ തന്നെ ജനകീയ എന്താ പറയണേ, ഒരു ജനകീയമായ ഷോയുടെ ആയാലും അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ആയാലും നട്ടല്ലെന്ന് പറയുന്ന നമ്മൾ ജനങ്ങൾ തന്നെയാണ്. ജനങ്ങൾ വിചാരിക്കണം, ഓരോ സെലിബ്രിറ്റികളെയും ജനിപ്പിക്കണമെങ്കിൽ ഒരാളിൻ്റെ സിനിമ, ഇപ്പം ഒരു ലക്ഷ്മി സിനിമയിൽ അഭിനയിച്ച് മുള്ളംകൊല്ലി എന്ന് പറഞ്ഞൊരു സിനിമ വന്ന് ഏത് ആൾക്കാർ കണ്ട്, ഒരു OTT പോലും വന്നിട്ടില്ല. ഒരു സിനിമ വരണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്നൊരു സെലിബ്രിറ്റി ജനിക്കണമെങ്കിൽ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നമ്മൾ കാണണം, അത് നമ്മൾ വിജയിപ്പിക്കണമെങ്കിൽ മാത്രമേ ഏതൊരു സെലിബ്രിറ്റിയും ജനിക്കത്തുള്ളൂ. ലക്ഷ്മിയുടെ കാര്യം അതല്ലേ, ലക്ഷ്മി ഏത് പട്ടി അറിയും? പിന്നെ അവിടെ ഇരുന്നിട്ട് അനുമോളെ കുറച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ പെൺപിള്ളാരെ ഇത് പറഞ്ഞു, മോശക്കേട് പറഞ്ഞു, അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ഞാനപ്പോൾ ന്യായീകരിച്ചു. അത് അവരങ്ങനെ ആയിരിക്കില്ല പറഞ്ഞത്. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരല്ല, എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കയറ്റാത്തവർ എന്നായിരിക്കും ഉദ്ദേശിച്ചതെന്ന് ഞാൻ ന്യായീകരിച്ചു. പക്ഷേ ലക്ഷ്മിയൊക്കെ ഭയങ്കര അതിബുദ്ധിമതിയാണ്. ലക്ഷ്മി അനുമോളുടെ ഫാൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന്, അനുമോൾക്ക് കുറേ ഫാൻസ് ഉണ്ടെന്ന് അറിയാമല്ലോ. ഓൾറെഡി അനുമോൾക്ക് നല്ല ഫാൻസ് ഉണ്ടല്ലോ. അവരുടെ ആ ഒരു സപ്പോർട്ട് ലക്ഷ്മിക്ക് കിട്ടും. ഇനി ഓരോ പുതിയതായിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റിലായി കഴിഞ്ഞാലും കിട്ടുമെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ലക്ഷ്മി ബുദ്ധിപരമായിട്ട് കളിച്ചാണ് അനുമോളുടെ കൂടി. അല്ലാണ്ട് ലക്ഷ്മിക്ക് അനുമോളോട് എന്ത് സ്നേഹം കാണിക്കാൻ? അനുമോള് തന്നെ ലക്ഷ്മിയെക്കുറിച്ച് പലപ്പോഴും കുറ്റം പറയുന്ന നമ്മൾ ലൈവിലിരുന്ന് കണ്ടിട്ടുണ്ട്. ഇവരൊന്നും ലൈവ് കണ്ട ആൾക്കാരല്ലല്ലോ. നമ്മളെന്ന് പറഞ്ഞാൽ 24/7 ലൈവ് കണ്ട ആൾക്കാരാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് അങ്ങോട്ട് അംഗീകരിക്കാൻ ദഹിക്കാൻ ഭയങ്കര പ്രയാസം. പിന്നെ അനീഷേട്ടന് ചെറിയ സമ്മാനങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്വീകരണ പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ചെറിയ സമ്മാന തുകകൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് സാധാരണക്കാരായ ജനങ്ങൾ കൊടുക്കുന്ന ചെറിയ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഫ്ലാറ്റും ഗോൾഡൻ വിസയും ഒന്നും ക്ലാരിഫൈ ആയിട്ടില്ല. ചിലപ്പോൾ അത് കൊടുക്കുമായിരിക്കാം, മേ ബി. ചിലപ്പം മിക്കവാറും ഒരുപാട് സെലിബ്രിറ്റി ആയല്ലോ അദ്ദേഹം, ഇപ്പോൾ സെലിബ്രിറ്റി ആണല്ലോ. അപ്പം അദ്ദേഹത്തിന് കൊടുക്കുമായിരിക്കും.
സമ്മാനിക്കാൻ കൊടുക്കാൻ നമ്മളും ആഗ്രഹിക്കുന്നു. പക്ഷേ ചെറിയ ചെറിയ സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം വലിയ ഹാപ്പി ആയിട്ട് പോവുകയാണ്. ഇനാഗുറേഷൻ അവിടെ സ്കൂളിലെ ഇനാഗുറേഷൻ എന്തോ ഒരു എനിക്ക് തോന്നുന്നു സ്കൂളിലെ സ്വീകരണ പരിപാടിയായിരുന്നു. വളരെ നല്ലൊരു സ്പീച്ചൊക്കെയാണ് ചെയ്തത്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ മറ്റുള്ളവരുടെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ PR വിനുവിന് PR വിനു പറയുന്ന കേട്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് ഇടും. കാരണം ഞാൻ ഇന്നലെ ലൈവിൽ അവസാനിപ്പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സബ്ജക്റ്റ് ഞാൻ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഇവർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കയ്യും കെട്ടി ഇത് വായും മൂടിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. 24/7 ലൈവ് കണ്ട നമുക്കറിയില്ല എന്തൊക്കെയാണ് നടന്നത്. കാണാത്ത കുറച്ച് ആൾക്കാരായിരിക്കും ഇവിടെ വന്നിരുന്ന് വിവരക്കേടും വിവരദോഷവും പറയുന്നത്. നമ്മളൊക്കെ ഒരു പണി നമ്മുടെ എല്ലാ പണികളും മാറ്റി വെച്ചിട്ട് ലൈവ് കണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യങ്ങൾ അത് കണക്ക് ഈ വിനു എന്ന് പറയുന്നവൻ എങ്ങനെയാണ് ഏഷ്യാനെറ്റിലെ ഈ ഗ്രാഫുകളൊക്കെ അങ്ങനെ അറിയുന്നത്? അതെനിക്ക് വോട്ട് മറിച്ച് കച്ചവടം നടത്തുന്ന കാര്യം ഈ വിനു തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ വന്നിരുന്ന മെഴുകുവാണ്. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്, നമുക്ക് വോട്ട് വാങ്ങിച്ചതല്ല ഉദ്ദേശിച്ചതെന്ന്. ഇവനെ എപ്പോഴായാലും ഇവൻ കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് ഈ വിനു തന്നെയാണ്. അതുപോലെ ഏഷ്യാനെറ്റിൽ ഓരോ ആഴ്ചയിലും ഗ്രാഫ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. ഇവൻ എങ്ങനെയാണ് ഗ്രാഫ് അറിയാൻ പോകുന്നത്? വേറെ ആർക്കും ഗ്രാഫ് അറിയുന്നില്ല. അപ്പോഴത്തെ അവിടുത്തെ കണ്ടസ്റ്റൻ്റ് പോലും ആ ഫൈനലിൻ്റെ ദിവസമാണ് ഗ്രാഫുകൾ കാണിച്ചത്. അവരെ അപ്പോഴാണ് ഗ്രാഫുകൾ കാണിച്ചത്. അപ്പോൾ എന്നിട്ട് ഈ വിനു എന്ന് പറയുന്നവൻ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ നമ്മളാരും വേറെ ഒരാളും ഈ ബിഗ് ബോസിലോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇവന് PR കൊടുക്കുന്ന ആൾക്കാരല്ലേ ഉള്ളൂ ബിഗ് ബോസിലേക്ക് പോകാൻ പറ്റുക. പിന്നെ അതേപോലെ ഇവൻ പറയുന്നുണ്ട് PR എന്ന് പറയുന്ന മാക്സിമം 5 ലക്ഷമാണ് PR കൊടുക്കുക, അല്ലാണ്ട് 15 ലക്ഷമൊന്നും കൊടുക്കില്ല എന്ന്. എന്തായാലും അനിമോളുമായിട്ടുള്ള ഇവൻ്റെ ബന്ധം എന്താണെന്നോ റിലേഷൻ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ അനിമോളുടെ അക്കൗണ്ടിൽ അവസാനം 75,000 രൂപയേ ഉള്ളൂന്ന് പോലും ഇവൻ പറയുന്നുണ്ട്. സ്വന്തം അക്കൗണ്ട്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കാശ് എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ എൻ്റെ കെട്ടുവിന് പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവൻ അറിയാൻ കഴിയുക? എൻ്റെ ഗൈസ്. പിന്നെ അനിമോളുടെ ഡ്രസ്സുകളെല്ലാം വാങ്ങിച്ചു കുറേ പൈസയായി, അത് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടിയത് കൊണ്ടാണ് എന്നൊക്കെയാണ് വിനു പറയുന്നത്. അത് ഞാൻ നേരത്തെ ചോദിച്ചതാണെങ്കിൽ വിനുവിന് അറിയാത്ത ഒരു കാര്യങ്ങളും ഇല്ല. അനിമോളുടെ അച്ഛനും അമ്മയും അറിയാത്ത കാര്യങ്ങൾ പോലും വിനു ഇരുന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അനിമോൾ പറഞ്ഞ് അനിമോളുടെ ഡ്രസ്സുകളെല്ലാം കൊളാബ് കിട്ടുകയാണെന്ന്. പക്ഷേ വിനു പറയുന്നു അതൊക്കെ അഡ്വാൻസ് കിട്ടിയ പൈസയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന്. ഇതെന്തരടെ ഇത്? ഇത്രയും കള്ളം വീണ്ടും 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 വന്നിരുന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കുക? ഇവനൊക്കെ ഒരു ഉള്ളുപ്പും നാണവും ഇല്ലേ എന്നുള്ള ഞാൻ ആലോചിക്കുകയാണ്. ഇവനൊക്കെ വല്ലതും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ എടുത്തു വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആൾക്കാർ, റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ വലിച്ചു കീറും. അനിമോളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാം അവന്. അനിമോളുടെ ഡ്രസ്സ് വാങ്ങിക്കുന്നതിൻ്റെ കഥകൾ അറിയാം. ഡ്രസ്സ് എങ്ങനെ കിട്ടുന്നറിയാം. അനിമോൾ എത്ര രൂപയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ചു എന്നറിയാം. പക്ഷേ അനിമോൾ പറയുന്ന ഇവനെ ഒരു പ്രാവശ്യം അനിമോൾ കണ്ടിട്ടുള്ളതെന്നാണ്. അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കാണുവാണ്. അപ്പോൾ നമ്മളെന്താ പൊട്ടന്മാരാണെന്നാണ് വിചാരിക്കുന്നത് ഇവനൊക്കെ? എൻ്റെ ഗായ്സ്, എന്തായാലും അപാരം, ഒരു ഉളുപ്പുമില്ലാത്ത ജന്മങ്ങളാണല്ലോ ഇതൊന്നും ആലോചിക്കുമ്പോഴാണ്. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പോയല്ലോ ഒരുപാട് നാൾ. ഒരു 80 ദിവസം വരെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത നമ്മളെയൊക്കെ സത്യം പറഞ്ഞാൽ എന്തു പറയുന്നത്, ഈ ചാണകവെള്ളത്തിൽ മുക്കി നമ്മുടെയൊക്കെ ദേഹത്ത് അടിക്കണം എന്ന് പറയത്തില്ലേ? എന്നെങ്കിലേ നമ്മൾ വിശുദ്ധരാകത്തുള്ളൂ. ഓക്കെ.